നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കുമാരനാശാനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് ഇത് ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ്. നമുക്കറിയാം വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ, ഇവർ മൂന്നുപേരുമാണ് ആധുനിക കവിത്രയം. അപ്പം അതിൽ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളിൽ അന്നത്തെ കേരളത്തിൽ അനുഷ്ഠിച്ചിരുന്ന അനാചാരങ്ങളെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും എല്ലാം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തൂലികയിലൂടെ ഒരുപാട് തൂലിക പടവാളാക്കി ഒത്തിരിയധികം തന്നെ കേരളത്തിലെ ജാതി വ്യവസ്ഥയും കാര്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഇവർക്കിടയിൽ ദ്വിഭാഷിയായിരുന്നത് കുമാരനാശാനാണ്. ഇദ്ദേഹത്തിനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അയച്ച്, അതായത് കുമാരനാശാനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അയച്ച് ഉപരിപഠനത്തിന് പറഞ്ഞു വിട്ടതും ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെയും ഒരു സാന്നിധ്യം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളെല്ലാം എടുത്താൽ അദ്ദേഹം എത്രത്തോളം അന്നത്തെ വ്യവസ്ഥിതികളെ എതിർത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും കഴിയും. അപ്പം കായിക്കര ജില്ലയിലെ 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിലുള്ള കായിക്കരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലം ഉൾക്കൊള്ളുന്നത്. മരണം 1924 ജനുവരി 16. ഇനി ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ മാതാവ് കാളിയാണ്. കാളിയെ കൊച്ചുപെണ്ണെന്നും ചില ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്. ഇനി പിതാവ് നാരായണൻ പെരുങ്കുടി, നാരായണൻ എന്നല്ല, നാരായണൻ പെരുങ്കുടി. ഇനി ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുമരു എന്നായിരുന്നു. ഭാര്യയുടെ പേര് ഭാനുമതി അമ്മ എന്നാണ്. ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ, നവോത്ഥാന നായകൻ, പിന്നെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാൾ, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മഹാകാവ്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത പഠനത്തിന് നയിച്ചത് കൊച്ചുരാമ വൈദ്യരാണ്. പിന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, വിപ്ലവത്തിൻ്റെ ശുഭനക്ഷത്രം എന്ന്. ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം എഴുതിയ കൃതിയായിട്ടുള്ള മനുഷ്യകഥാനായകൻ, മനുഷ്യകഥാനു ഗായകർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് കുമാരനാശാനെ ഇത്തരത്തിൽ വിപ്ലവത്തിൻ്റെ ശുഭനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. സ്നേഹഗായകൻ, ആശയഗംഭീരന. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കവിതകൾ കണ്ടിട്ട് അതിൻ്റെ ആശയങ്ങൾ വളരെയധികം തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആശയഗംഭീരൻ. ദിവ്യഗോകുലം എന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. ഡോക്ടർ പൽപ്പു കുമാരനാശാനെ ചിന്നസ്വാമി എന്നും ശ്രീനാരായണ ഗുരുവിന് പെരിയ സ്വാമി എന്നും വിളിച്ചിരുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിനെ വിപ്ലവത്തിൻ്റെ കവിയെന്ന്, നവോത്ഥാനത്തിൻ്റെ കവിയെന്നും വിളിച്ചത് തായാട്ട് ശങ്കരനാണ്. വിപ്ലവത്തിൻ്റെ ശുഭനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് കഥാനുഗായകർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇനി ഇദ്ദേഹം ഒരു ബുക്ക് ഡിപ്പോ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ശാരദ ബുക്ക് ഡിപ്പോ എന്നാണ്. ഇത് അദ്ദേഹം തുടങ്ങിയ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പേരാണ്, അച്ചടിശാലയുടെ പേരാണ്. പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ അച്ചടിശാലയുടെ പേരാണ് ശാരദ ബുക്സ് ഡിപ്പോ. ഇനി ഇദ്ദേഹം ഒരു യൂണിയൻ ടൈൽ വർക്ക്സ് ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അതായത് ഓട് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആലുവയിൽ 1921 സ്ഥാപിച്ചു. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രനാണ് കുമാരനാശാൻ. നമുക്കറിയാം ഗുരുവാണ് കുമാരനാശാനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്ത് വിട്ട് പഠിപ്പിച്ചത്, അല്ലേ? അതും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് കുമാരനാശാൻ്റെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂർ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിനെ അയച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രനെന്നും ഇദ്ദേഹത്തിനെ വിളിക്കുന്നു. ഇനി മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ഇദ്ദേഹമാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള വീണപ്പൂവിനാണ് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ബഹുമതി കിട്ടിയത്. 1922 പട്ടും വളയും നൽകി വെയിൽസ് രാജകുമാരൻ ഇദ്ദേഹത്തിനെ ആദരിച്ചത്. ഇതും ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ വീണപ്പൂവിനാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം എന്ന് പറയുന്ന ഹാ പുഷ്പമേ അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു നീ രാജ്ഞി കണക്കേ എന്ന് തുടങ്ങുന്ന വീണപ്പൂവിനാണ് അദ്ദേഹത്തിനെ, ആ ഒരു കവിതയിലാണ് അദ്ദേഹത്തിനെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്.
അപ്പം മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിലാണ് കുമാരനാശാന് പട്ടും വളയും നൽകി വെയിൽസ് രാജകുമാരൻ ആദരിച്ചത്. അപ്പോൾ കുമാരനാശാനെ മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി. ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്നും ബഹുമതി അർത്ഥം പുരസ്കാരം ലഭിച്ചത് ഏത് നവോത്ഥാന നായകനാണ്? കുമാരനാശാനാണ്. ഇത്രയും ഓർത്തു വയ്ക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമാവുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അയ്യങ്കാളി അംഗമായിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിരുന്നു. അതിൽ കുമാരനാശാൻ അംഗമായിരുന്നു. 1913 അദ്ദേഹത്തിന് അംഗത്വം കിട്ടുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ഇദ്ദേഹം അംഗമായിരുന്നു. അങ്ങനെ അംഗമാവുന്ന ആദ്യ കവി കൂടെയാണ് കുമാരനാശാൻ. ഇന്ത്യൻ സ്റ്റാമ്പിൽ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കവി എന്നുള്ള രീതിയിലും ഇദ്ദേഹം ശ്രദ്ധ നേടുന്നു. 1873 ഏപ്രിൽ 12 മുതലാണ് ഇദ്ദേഹത്തിൻ്റെ മുഖചിത്രമുള്ള സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കപ്പെടാനായി തുടങ്ങുന്നത്. ഇനി നമുക്കറിയാമല്ലോ, SNDP എന്ന് പറയുന്ന സംഘടന, അത് ശ്രീനാരായണ ഗുരു പരിപാലന യോഗമാണ്. അതിലെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. വിവേകോദയം എന്ന് പറയുന്നത് ഈ പറയുന്ന SNDPയുടെ മുഖപത്രമാണ്. അപ്പോൾ അതിനെ ആ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് കുമാരനാശാൻ തന്നെയാണ്. ഇനി 1904 ഇദ്ദേഹം അതിൻ്റെ എഡിറ്റർ ആവുന്നത്. ഇനി പ്രതിഭ എന്ന മാഗസീൻ്റെ പത്രാധിപൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് പറയാം. മാറ്റുവിൻ ചട്ടങ്ങളെ, അതായത് ഏത് കവിതയിലാണെന്ന് വെച്ചാൽ ദുരവസ്ഥയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതക്കിളി ഞങ്ങളെത്താൻ എന്നുള്ളത് പറയുന്നത് ദുരവസ്ഥയിലാണ്. അതേപോലെ ദുരവസ്ഥയിൽ തന്നെയാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് പറയുന്ന ഒരു ലൈൻസ് പറയുന്നത്. ഇതെല്ലാം അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പറഞ്ഞ കാര്യമാണ്. അതേപോലെ ദുരവസ്ഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വരിയാണ് കരുതുമഖിത ചെയ്യവ ചെയ്യാൻ വരുതി ലഭിച്ചില്ലെങ്കിൽ നിന്നിട വിചാരം പരമഹിതം മറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വരികളും ദുരവസ്ഥയിലുള്ളതാണ്. സ്നേഹമാണ് അഖിലസാനുമൂഴിയിലെന്ന് പറഞ്ഞത് ആരാണ്? കുമാരനാശാനാണ്. അതേപോലെ തന്നെ സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ശക്തി ജയത്തിൽ സ്വയം, സ്നേഹം തദാനും എന്ന് പറയുന്നതും കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിഷുകി എന്ന് പറയുന്ന ബുക്കിനകത്താണ്, കൃതിയിലാണത് പറയുന്നത്. ഇനി അഹന്ത എത്ര വിഫലമായി തീർന്നു നീ, ഹിന്ദു ധർമ്മത ജാതി ചിന്തമുഖം എന്ന് പറഞ്ഞത് ചണ്ടാല ഭിഷുകിയിലാണ്. ഇനി മറ്റൊരു കാര്യം, യുവജന ഹൃദയം സ്വതന്ത്രമാണവരുടെ കാര്യ പരിഗ്രഹേച്ഛയിൽ എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. ഇനി വീണപ്പൂവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി ഇദ്ദേഹം എഴുതിയ ആദ്യ ഖണ്ഡകാവ്യമാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ അവസാന ഖണ്ഡകാവ്യം ഏതാണ്? കരുണയാണ്. വീണപ്പൂവ് അദ്ദേഹം രചിക്കുന്നത് ജൈനിമേട് പാലക്കാട് വെച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചാണ് അദ്ദേഹത്തെ എഴുതിയത്? പാലക്കാടുള്ള ജൈനിമേടാണ്. ഇനി അത് പ്രസിദ്ധീകരിച്ച വർഷം 1907 വീണപ്പൂവ് രചിക്കുന്നത്. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? മിതവാദിയാണ്. അതിനെ പിന്നെ പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ CS സുബ്രഹ്മണ്യം പോറ്റിയാണ്. അതിനെ പിന്നെയും പുനഃപ്രസിദ്ധീകരിച്ചത്. എവിടെയാണ് പുനഃപ്രസിദ്ധീകരിച്ചത്? ഭാഷാഭൂഷണിയിലാണ് പിന്നെ അതിനെ റീപബ്ലിഷ് ചെയ്യുന്നത്. കുമാരനാശാൻ്റെ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ശതകമാണ്. അവസാനത്തെ ഖണ്ഡകാവ്യം കരുണ. ഇനി അദ്ദേഹം ഈ കരുണ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്ന ഏത് വൃത്തത്തിലാണ്? വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ്. ഇനി ആശാൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടി എന്ന് പറയുന്നത് വീണപ്പൂവാണ്. അതും ഓർത്തു വയ്ക്കുക. ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്, ഏറ്റവും മികച്ച കൃതിയാണ്. ഓക്കെ. ഇനി AR രാജരാജവർമ്മയുടെ നിർണയാണത്തിൽ ദുഃഖിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വിലാപകാവ്യം എഴുതി. അതിൻ്റെ പേരാണ് പ്രരോധനം. ഇനി നളിനിക്ക് ആമുഖം. നളിനി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ്. അതിലെ ആമുഖം എഴുതിയതും AR രാജരാജവർമ്മയാണ്. ഇനി ബുദ്ധമതം കേന്ദ്രീകൃതമായിട്ട് അദ്ദേഹം എഴുതിയ കാവ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചണ്ടാല ഭിഷുകി. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകം, അത് ശ്രീബുദ്ധ ചരിതം എന്ന് പറയുന്ന പേരിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതും കുമാരനാശാനാണ്.
മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദുരവസ്ഥ. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ എഴുതിയ ഖണ്ഡകാവ്യം, അദ്ദേഹം എഴുതിയ അവസാനത്തെ കൃതിയുമാണ് കരുണ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകങ്ങളാകുന്നു വിചിത്ര വിജയം, മൃത്യുഞ്ജയം. ഇനി മാതങ്കിയുടെ കഥയാണ് ചണ്ടാലഭിഷേകി. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കൃതി ഏതെന്നൊരു ചോദ്യം വന്നാൽ പുഷ്പവാടി. ഇനി നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ ശിവഗിരി മഠത്തിൽ പോയി കണ്ടിരുന്നു 1922. അപ്പോൾ ഇവർക്കിടയിൽ ഒരു ദ്വിഭാഷിയായി ട്രാൻസ്ലേറ്ററായിട്ട് നിന്നത് കുമാരനാശാനാണ്. ടാഗോർ അവിടുന്ന് പോയതിനു ശേഷം ഇതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദിവ്യഗോകുലം. അതായത് ടാഗോറിനെ കുറിച്ചാണ് അതിനകത്ത് കുമാരനാശാൻ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളാണ് ലീല, വനമാല, മണിമാല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സിംഹപ്രസവം, ശങ്കരശതകം, ചിന്താവിഷ്ടയായ സീത എന്നിവ. ഇനി മരണം 1924 ജനുവരി 16 റെഡിമീർ ബോട്ടപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. പല്ലനയാറിലാണ് ഈ റെഡിമീർ ബോട്ടപകടം ഉണ്ടാകുന്നത്. അതും മനസ്സിൽ വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫീസ് ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫേഴ്സ് എന്ന് പറയുന്നത് MK സാനു, K സുരേന്ദ്രൻ, ശങ്കരൻ തായാട്ട്. ശങ്കരൻ തായാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശാന നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. മൃത്യുഞ്ജയം കാവ്യഗീതം എഴുതിയത് MK സാനുവാണ്. കുമാരനാശാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയത് K സുരേന്ദ്രൻ. ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എഴുതിയത് ശങ്കരൻ തായാട്ട്. അപ്പം നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചതും ശങ്കരൻ തായാട്ടാണ്. ഇനി ആശാൻ സാംസ്കാരിക കവിതാ പുരസ്കാരം ലഭിക്കാൻ തുടങ്ങിയ വർഷം 1985. 1981 ആദ്യം ലഭിച്ചത് NN കക്കാടിനാണ്. ആദ്യമായിട്ട് ലഭിച്ച വനിത സുഗതകുമാരി. 2015 ചെമ്മനം ചാക്കോയ്ക്ക് ഈ പറയുന്ന കവിതാ സമാഹാരം കിട്ടി. ഇനി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകൾ മണിമാല. അപ്പോൾ ഓരോ കൃതികളുടെ കുറിച്ചുള്ള പ്രത്യേകത കൂടി ഞാനൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളൊക്കെ ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകൾ കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇതിൽ ലീല എന്ന് പറയുന്ന കവിത, മദനൻ, ലീല എന്നിവർ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നതാണ്. ഇതിൽ മാധവി ലീലയുടെ തോഴിയാണ്. ധ്രുവമിത മാംസ നിർബന്ധമല്ല രാഗമെന്ന് പ്രഖ്യാപിക്കുന്ന കവിതയും എന്ന് പരാമർശിക്കുന്ന കൃതി ലീലയാണ്. 1914 പബ്ലിഷ് ചെയ്യുന്നത്. ഇനി വനമാല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ്. ഇനി മണിമാല എന്ന് പറയുന്നത് 1924 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒന്നാണ്. ഇനി കരുണ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ്, അവസാനത്തെ ഖണ്ഡകാവ്യമാണ്. അതിനകത്ത് വാസവദത്ത എന്ന് പറയുന്ന ഒരു ദേവദാസിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധശിഷ്യനായിട്ടുള്ള ഉപഗുപ്തൻ എന്നിവരാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ ചണ്ടാലഭിഷുകിലാണ് ബുദ്ധമത കേന്ദ്രീകൃതമായിട്ട് എഴുതുന്നത്. മാതങ്കി, ആനന്ദൻ എന്നിവരാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ജാതി ചിന്തയ്ക്കെതിരെയുള്ള ഒരു കൃതിയാണത്. പുഷ്പവാടി എന്ന് പറയുന്ന കൃതി, പുഷ്പവാടിയിൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം രചിച്ച ഒരു സമാഹാരമെന്നേ പറയാനുള്ളൂ. ഇനി നളിനി ദിവാകരൻ എന്നിവരാണ് നളിനി എന്ന് പറയുന്ന കൃതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ശങ്കരാചാര്യരുടെ കൃതി അദ്ദേഹം തർജ്ജിമ ചെയ്തതാണ് സൗന്ദര്യലഹരി. ഇനി സുബ്രഹ്മണ്യൻ ശതകം, ശങ്കരശതകം, അത് കുമാരനാശാൻ്റെ ആദ്യകാലത്തിലധികം ശ്രദ്ധിക്കപ്പെടാത്ത 2 കൃതികളാണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 1985 മുതൽ കൊടുത്തു തുടങ്ങി. ആദ്യം ലഭിച്ചത് NN കക്കാടിനാണ്. അവസാനമായി ലഭിച്ച വനിത ആദ്യമായിട്ട് ലഭിച്ച ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. ആദ്യം ലഭിച്ചത് NN കക്കാടിന്, അവസാനം ലഭിച്ചത് സുഗതകുമാരിക്ക്. 2015 അത് കിട്ടിയത് ചെമ്മനം ചാക്കോനാണ്. ഈ വർഷം ആർക്ക് കിട്ടിയെന്നുള്ളത് ചോദിക്കാം, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. താങ്ക് യു.